അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏകദേശം 25 നബിമാരുടെ പേരുകൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാം മുതൽ തുടങ്ങി 25 മുർസലീങ്ങളുടെ പേരാണ് ഖുർആനിൽ പറയപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ തവണ പരാമർശിക്കപ്പെട്ട പ്രവാചകൻ ആരാണെന്ന് ചോദിച്ചാൽ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം എന്ന പ്രവാചകനാണ്. അള്ളാഹുവിങ്കൽ നിന്ന് നിരവധിയായ അനുഗ്രഹങ്ങൾ നേടുകയും അതേസമയം തന്നെ നിരവധി പരീക്ഷണങ്ങൾ നേരിടുകയും ചെയ്ത പ്രവാചകനാണ് മൂസാ നബി അലൈഹിസ്സലാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചരിത്രം ഒരുപാട് സംഭവങ്ങളിലായി പരിശുദ്ധ ഖുർആനിൽ വിവിധ ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, വിവിധ സൂറത്തുകളിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തഫ്സീറുകളിൽ കാണുന്ന അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലേക്ക് ഒരു എത്തിനോട്ടമാണ് ഈ വീഡിയോയിലൂടെ നടത്തുന്നത്. അത് വലിയ സംഭവങ്ങൾ അടങ്ങിയത് കൊണ്ട് 1, 2, 3 എന്നിങ്ങനെ വിവിധ ഘട്ടങ്ങളിലായാണ് ആ സംഭവങ്ങൾ നമ്മുടെ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. അതായത് മിസ്രിൽ രാജാവായിരുന്ന റയ്യാൻ എന്ന് പറയുന്ന രാജാവ് ഇസ്രായേലുകാരുടെ പ്രീതിക്കും ബഹുമാനത്തിനും പാത്രീഭവിച്ച രാജാവായിരുന്നു. ഈ റയ്യാൻ്റെ ഇസ്രായേൽക്കാരി എന്ന് പറയുന്നത് യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ്. ഈ റയ്യാൻ രാജാവിൻ്റെ കാലത്ത് മിസ്റുകാർ പ്രായേണ ഏകദൈവ വിശ്വാസികളായിരുന്നു. അവർ പരസ്യമായി തന്നെ ഏക ഇലാഹായ അള്ളാഹുവിനെ ആരാധിച്ചു വന്നിരുന്നു. പ്രസ്തുത റയ്യാൻ രാജാവിനെ പറ്റി റയ്യാൻ ബിൻ വലീദ് എന്ന് മാത്രം ചരിത്ര ഗ്രന്ഥങ്ങളിൽ പറയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതൃ വംശപരമ്പരയെപ്പറ്റി കൂടുതൽ അറിവൊന്നും നമുക്ക് ലഭ്യമാകുന്നില്ല. എന്നാൽ പ്രസ്തുത റയ്യാൻ രാജാവ് മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പുത്രനായ സഞ്ജാബ് എന്ന ഒരാൾ രാജാവായി. അജായിബ് ദുഹൂറിൽ ഫിർഔൻ്റെ ആവിർഭാവം ഈ രാജാവിൻ്റെ കാലത്തായിരുന്നുവെന്നാണ് പറയുന്നത്. ഹസ്രത്ത് മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം മിക്കവാറും ഈ പറയപ്പെട്ട ഫിർഔനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് കൊണ്ട് ഫിർഔനെ പറ്റി ഉണ്ടായിട്ടുള്ള കഥകളുടെ ഒരു ചുരുങ്ങിയ വിവരണമെങ്കിലും ഇവിടെ അത്യാവശ്യമായി വന്നു. ഈ മിസ്രബ് തന്നെയായിരുന്നു ഈ ശ്രുതിപ്പെട്ട ഫിർഔൻ എന്ന് ഒരു കൂട്ടരും, ഫിർഔൻ മിസ്അബിൻ്റെ മകനായിരുന്നു എന്ന് മിസ്അബിൻ്റെ പിതാവ് റയ്യാൻ ബിൻ വലീദായിരുന്നു എന്ന് മറ്റൊരു കൂട്ടരും പറഞ്ഞു കാണുന്നു. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ വിരോധിയായിരുന്ന ഫിർഔൻ 400 കൊല്ലം ഭൂമിയിൽ ജീവിച്ചിരുന്നുവെന്നും
ആ 400 കൊല്ലങ്ങൾക്കിടയിൽ അവൻ ഒരു തലവേദന പോലും നേരിട്ടിരുന്നില്ല എന്നും ആർക്കും അവനെ ജയിച്ചടക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുമാണ് ചില കഥകളിൽ പറഞ്ഞു കാണുന്നത്. ഇങ്ങനെ വളരെ കാലം ഭരിച്ചത് കൊണ്ട് അയാൾക്ക് അഹങ്കാരം വർദ്ധിച്ചു. ഞാനാണ് നിങ്ങളുടെ ഏറ്റവും ഉയർന്ന നാഥൻ എന്ന് അവൻ വാദിച്ചിരുന്നു. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ശത്രു ഫിറോവിനായിരുന്നത് കൊണ്ട് അവൻ്റെ ആവിർഭാവത്തെ അല്പമൊന്ന് വിശദമാക്കിക്കൊണ്ട് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആരായിരുന്നു ഫിറോന്? മിസ്രിൻ്റെ അതിർത്തി പ്രദേശങ്ങളിലായി 2 പ്രത്യേക ജനസമുദായങ്ങൾ അധിവസിക്കുന്നുണ്ടായിരുന്നു. നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഇംലീക്ക് എന്ന് പേരുള്ള ഒരാളുണ്ടായിരുന്നു. ഇയാളുടെ സന്തതികൾക്ക് അമാലിക്ക എന്നാണ് പേര്. ഈ അമാലിക്ക വംശത്തിൽപ്പെട്ട ആളുകളായിരുന്നു ഒരു കൂട്ടർ. അവർ അങ്ങേയറ്റം പൊക്കം കൂടിയവരും വളരെ ബലവാന്മാരും ദീർഘകാലം ജീവിച്ചിരുന്നവരുമായിരുന്നു. ഈ അമാലിക്കക്കാർ തങ്ങൾക്കിഷ്ടമുള്ള ഒരാളെ രാജാവാക്കി വാഴിച്ചു വന്നു. രണ്ടാമത്തേത് കിബിത്തികളായിരുന്നു. അവർക്കും നേതാക്കന്മാർ നിയമിക്കപ്പെട്ടിരുന്നു. ആ നേതാക്കന്മാരും അമാലിക്ക വംശത്തിലെ നേതാക്കന്മാരെ പോലെ തന്നെ അവർ ബഹുമാനിക്കുന്നുണ്ടായിരുന്നു. പ്രസ്തുത 2 വർഗക്കാരും പരസ്പരം ബന്ധുക്കളുമായിരുന്നു. ചരിത്രപ്രസിദ്ധനായ സനാൻ കിബിത്തി വർഗത്തിൽ വിസ്തൃതനായി തീർന്ന ഒന്നാമത്തെ നേതാവായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യയെ ബലം പ്രയോഗിച്ച് കരസ്ഥമാക്കാൻ ശ്രമിച്ചത് ഈ സനാൻ എന്ന രാജാവായിരുന്നു. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് അസീസ് പദവി നൽകി മിസ്രിൽ അധികാരസ്ഥനാക്കിയ റയ്യാൻ രാജാവ് ഈ വർഗത്തിൽ 2ാമതായി പേരെടുത്ത ആളായിരുന്നു. ഇദ്ദേഹം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നുവെന്ന് കിസ്സകളിൽ പറഞ്ഞു കാണുന്നു. 3ാമത് നേതാവായി തീർന്ന ആൾ കാബൂസ് ആയിരുന്നു. കാബൂസിൻ്റെ സിംഹാസനാരോഹണം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ വിയോഗത്തിന് മുമ്പായിരുന്നുവെങ്കിലും അയാൾ മുസ്ലിം ആയിരുന്നില്ല. എങ്കിലും യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ അദ്ദേഹത്തിനുണ്ടായിരുന്ന അസീസ് പദവിയിൽ നിലനിർത്തുകയാണ് അയാൾ ചെയ്തത്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മരണാനന്തരം കാബൂസിൻ്റെ സഹോദരനായ വലീദ് സിംഹാസനസ്ഥനായി. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് മിസ്ർ ഭരിച്ചിരുന്ന ഫിറോൻ ഈ വലീദായിരുന്നുവെന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ട് കാണുന്നു. ഫിറോവിനെ പറ്റി വന്നിട്ടുള്ള മറ്റൊരു അഭിപ്രായം അയാൾ ബൽക്ക് രാജ്യക്കാരനായിരുന്നുവെന്നും പല രാജ്യങ്ങളും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് മിസ്രിൽ ചെന്നതായിരുന്നുവെന്നുമാണ്. മിസ്രിലെ ബുഷഹിന എന്ന രാജ്യത്ത് ചെന്നപ്പോൾ അവിടെ നേതാവായിരുന്ന ഹാമാനെ കണ്ട് അയാളുമായി ഫിറോൻ സഖ്യം സമ്പാദിച്ചു. അനന്തരം മിസ്ർ രാജാവുമായി പരിചയപ്പെടാനും രാജാവിൻ്റെ കീഴിൽ ഒരു ഉദ്യോഗം കരസ്ഥമാക്കാനും ആ സഞ്ചാരി ഉദ്ദേശിച്ചു. അങ്ങനെ രാജസന്നിധിയിൽ ചെന്ന് തൻ്റെ പട്ടിണി പരിഹാരത്തിന് ഉതകുന്ന ഒരു ഉദ്യോഗം കൊടുക്കണമെന്ന് അയാൾ രാജാവിനോട് അപേക്ഷിക്കുകയാണ്. എന്തുദ്യോഗമാണ് വേണ്ടതെന്ന് രാജാവ് ചോദിച്ചതിന് ശ്മശാനത്തിൻ്റെ മേൽനോട്ടം കിട്ടിയാൽ മതിയെന്ന് അയാൾ മറുപടി പറഞ്ഞു. അങ്ങനെ ശ്മശാനത്തിൻ്റെ മേധാവിത്വം രാജാവ് അയാളെ ഏൽപ്പിക്കുകയും ശ്മശാന സ്ഥലത്തിൻ്റെ ഗേറ്റ്, പാറാവ് ഉൾപ്പെടെയുള്ള ചുമതല മുഴുവൻ അയാൾക്കായിരിക്കുമെന്ന് രാജാവ് പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ ശ്മശാന മേധാവിത്വം ലഭിച്ച കാലത്ത് തന്നെ മിസ്രിൽ അതിഭയങ്കരമായ വിശൂചിക എന്ന രോഗം ബാധിച്ചു. നമ്മുടെ നാട്ടിൽ കോളറ എന്നൊക്കെ പറയുന്ന രോഗം. തന്നിമിത്തം മരണം വളരെ വർദ്ധിച്ചു. ശവം മറവ് ചെയ്യുന്നതിന് ഓരോ ദിർഹം വീതം ഫിറോൻ നികുതി ഈടാക്കി. ശവം മറവ് ചെയ്യണമെങ്കിൽ ഗേറ്റ് പാറാവുകാരനായ ഫിറോവിൻ്റെ അനുവാദം വേണ്ടി വന്നു. അനുവാദം കൊടുക്കണമെങ്കിൽ നിശ്ചിത പ്രതിഫലം കൂടിയേ തീരൂ എന്ന് അയാൾ നിർബന്ധിക്കുകയും ചെയ്തു. അങ്ങനെ ചുരുങ്ങിയ കാലം കൊണ്ട് ഫിറോൻ ഒരു നല്ല ധനാഢ്യനായി തീർന്നു. രാജാവിൻ്റെ അടുത്ത സ്നേഹിതന്മാരെയും
ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെയും മന്ത്രിമാരെയും എല്ലാം പണം കൊടുത്ത് പാട്ടിലാക്കാൻ അയാൾക്ക് വലിയ പ്രയാസമൊന്നും ഉണ്ടായില്ല. അങ്ങനെ മിസ്രിലെ പോലീസ് മേധാവിയായി അയാൾ നിയമിതനായി. അതിൽ പിന്നെ പ്രധാനമന്ത്രിയായി തീരാനും വലിയ താമസമുണ്ടായില്ല. രാജാവ് മരിച്ചപ്പോൾ പട്ടാളക്കാരെയും മറ്റ് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെയും എല്ലാം സ്വാധീനിച്ച് ആ രാജാവിൻ്റെ സിംഹാസനം തനിക്ക് വേണ്ടി തട്ടിയെടുക്കാനും ഫിറോവിന് നിഷ്പ്രയാസം കഴിഞ്ഞു. രാജാവായപ്പോൾ അയാൾ തൻ്റെ പഴയ സ്നേഹിതനായ ഹാമാൻ എന്ന വ്യക്തിയെ മന്ത്രിയാക്കി. ആദ്യത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാമും പിന്നീട് അദ്ദേഹത്തിൻ്റെ പിതാവായ യാക്കൂബ് നബി അലൈഹിസ്സലാമും യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ ഇതര പുത്രന്മാരുമെല്ലാം മിസ്രിൽ താമസമുറപ്പിച്ചിരുന്നു. അവർക്ക് മിസ്രിലും അവരുടെ സ്വദേശമായ ഷാമിലും വലിയ പേരും പെരുമയും സിദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പ്രവാചകത്വവും രാജത്വവും അവരുടെ അധീനത്തിലാണ് സ്ഥിതി ചെയ്തിരുന്നത്. യാക്കൂബ് നബി അലൈഹിസ്സലാമിന് ഇസ്രായേൽ എന്ന നാമധേയം പ്രസിദ്ധമായി തീർന്ന വസ്തുതയും നമുക്ക് മുമ്പ് പറഞ്ഞതാണല്ലോ. ജനങ്ങൾക്ക് അവരോട് അതിരറ്റ ബഹുമാനമുണ്ടായിരുന്നു. അവരുടെ പദവിയിലും പ്രതാപത്തിലും ഫിറോൻ അസൂയാലുവായി തീർന്നു. തന്നിമിത്തം ഇസ്രായേൽക്കാരുടെ പദവിക്കും പ്രതാപത്തിനും ഉണ്ടായ മൂല കാരണം അവരുടെ പ്രവാചകത്വമാണെന്നും പ്രവാചകന്മാരെ നശിപ്പിക്കണമെന്നും ഫിറോൻ തീർച്ചപ്പെടുത്തി. യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ വഫാത്തിന് ശേഷം ഇസ്രായേൽക്കാർ ഭരണ വിഷയങ്ങളിൽ വലിയ പ്രതിപത്തി പ്രകടിപ്പിച്ചതുമില്ല. പ്രവാചകത്വപരമായ സന്മാർഗ ദർശനത്തിലാണ് അവർ സമയം ചെലവഴിച്ചത്. അവർക്ക് ഭരണകാര്യങ്ങൾ കൂടി പങ്കുണ്ടാവുന്നത് തൻ്റെ പദവിക്കും പ്രതാപത്തിനും ദോഷകരമായിരിക്കുമെന്ന് ഫിറോൻ മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ ഇസ്രായേൽക്കാരെ രാജ്യകാര്യങ്ങളിൽ നിന്ന് കേവലം അകറ്റി മാറ്റിയതിന് ശേഷം അവരുടെ ആധ്യാത്മികമായ നേതൃത്വത്തോടും അയാൾ മത്സരിക്കാൻ ഒരുമ്പെട്ടു. അള്ളാഹുവിലും അന്ത്യനാളിലെ വിസ്താരത്തിലും വിശ്വാസമുണ്ടാക്കി തദ്വാര ജനങ്ങൾക്ക് സന്മാർഗബോധം ഉളവാക്കുകയായിരുന്നുവല്ലോ നബിമാരുടെ ചുമതല. ഇസ്രായേൽ പ്രവാചകന്മാർ ആ ചുമതല നിർവഹിച്ചിരുന്നപ്പോൾ അവർ പറയുന്ന അള്ളാഹുവും പരലോകവും ന്യായവിസ്താരവുമെല്ലാം ഇല്ലാത്ത കാര്യങ്ങളാണെന്നും ലോകത്തെയും ജനങ്ങളെയും നിയന്ത്രിക്കുന്നതിനുള്ള സർവ്വ അധികാരം തനിക്ക് തന്നെയുണ്ടെന്നും ഫിറോൻ പ്രഖ്യാപിച്ചു. താൻ നിങ്ങളുടെ അത്യുന്നതനായ രക്ഷകർത്താവാകുന്നു എന്നു തന്നെ അയാൾ ഉദ്ഘോഷിച്ചു. അത് സമ്മതിക്കാൻ ഒരുക്കമില്ലാതിരുന്നവനെ ശിക്ഷിക്കാനും തുടങ്ങി. എന്നാൽ ഫിറോവിൻ്റെ ആ അതിര് കടന്ന സംരംഭത്തെ അയാളുടെ മന്ത്രിയായിരുന്ന ഹാമാൻ അനുകൂലിക്കുകയല്ല ഉണ്ടായത്. അയാൾ തൻ്റെ രാജാവും സ്നേഹിതനുമായ ഫിറോവിനെ അതിൽ നിന്ന് വിരമിപ്പിക്കാൻ ഉത്സാഹിക്കുകയായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മാർഗത്തിൽ അടിയുറച്ച പണ്ഡിതന്മാരും പ്രവാചകന്മാരും ഉണ്ടായിരിക്കുമ്പോൾ ഫിറോൻ തന്നെത്താൻ ലോകനാഥനായി ഉദ്ഘോഷിക്കുന്നത് തനി മൗഢ്യമായിരിക്കുമെന്ന് ഹാമാൻ ശക്തിപൂർവം ഉപദേശിച്ചിരുന്നുവെന്നാണ് ചരിത്രം പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മാർഗാവശിഷ്ടങ്ങളെ ഭൂലോകത്ത് നിന്ന് നിഷ്കാസനം ചെയ്യാനും അത് സാധ്യമാണെന്നും ഫിറോൻ അതിന് മറുപടി കൊടുത്തു. ആ മതനിയമങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് കുറ്റകരമായി അയാൾ പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനത്തെ പല ഉപാധികളും സ്വീകരിച്ചുകൊണ്ട് ഫിറോൻ നടപ്പിൽ വരുത്തി. അവസാനം ഇസ്രായേൽക്കാർക്ക് മതപ്രചരണം തന്നെയും അസാധ്യമായി തീർന്നു. തന്നിമിത്തം ചുരുങ്ങിയ കാലം കഴിഞ്ഞതോടുകൂടി തന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ സത്യമാർഗം ഭൂലോകത്ത് ആരും കാണാതായി. മിസ്രിലെ സാക്ഷാൽ നിവാസികളായിരുന്ന കിബിത്തികളെ സ്വവശത്തേക്ക് ആകർഷിക്കാൻ ഫിറോവിന് സാധിക്കുകയും ചെയ്തു. 20 വർഷത്തോളം അവരെ വിഗ്രഹാരാധനയിൽ ലയിപ്പിക്കുന്നതിന് അയാൾക്ക് കഴിഞ്ഞു. അനന്തരം തനിക്ക് തന്നെ ആരാധന ചെയ്യാനും പ്രജകളെ അയാൾ നിർബന്ധിച്ചു. അങ്ങനെ 40 വർഷം തികഞ്ഞപ്പോൾ തനിക്ക് ആരാധന ചെയ്യാൻ കൂട്ടാക്കാതിരുന്ന ഇസ്രായേൽക്കാരെ അയാൾ കർശനമായി താക്കീത് ചെയ്തു തുടങ്ങി. ഇസ്രായേൽക്കാരാവട്ടെ സധൈര്യം ചെറുക്കുകയാണ് ചെയ്തത്. കോപാകുലനായ ഫിറോൻ
തനിക്ക് ആരാധന ചെയ്യാൻ കൂട്ടാക്കാതിരുന്ന ഇസ്രായേൽക്കാരെ കൊല്ലാനും തുടങ്ങി. കൊലയിൽ നിന്ന് ഹാമാൻ അയാളെ തടഞ്ഞു. അയാൾ ഇങ്ങനെ ഉപദേശിച്ചു: മഹാരാജാവേ, അങ്ങ് അവർക്ക് അല്പം അവധി കൊടുക്കണം. കാലാന്തരത്തിൽ ഒരുപക്ഷെ അവർ കൽപ്പന സ്വീകരിക്കാൻ സന്നദ്ധനായെന്ന് വരും. ഹാമാൻ്റെ ഉപദേശമനുസരിച്ച് കൊല്ലാനുള്ള ശ്രമത്തിൽ നിന്ന് തൽക്കാലം ഫിറോൻ പിന്മാറി. എങ്കിലും അവരെ പല പ്രകാരേണ ബുദ്ധിമുട്ടിക്കുന്നതിൽ അയാൾ പിന്നെയും ഏർപ്പെട്ടു. അവർക്ക് വിവിധങ്ങളായ കഠിനാധ്വാനങ്ങൾ അയാൾ നൽകി. മലകളിൽ നിന്ന് കനത്ത കല്ലുകളും ഏറ്റിക്കൊണ്ടുവരിക, കിണറുകളിൽ നിന്ന് വെള്ളം കോരി ജലപാത്രങ്ങളെല്ലാം നിറക്കുക, മരം കൊണ്ടും ഇരുമ്പ് കൊണ്ടും സാധനങ്ങൾ നിർമ്മിക്കുക മുതലായ കഠിനാധ്വാനങ്ങൾക്ക് ഇസ്രായേൽക്കാരെ നിർബന്ധിക്കണമെന്നും ജോലി ചെയ്യാൻ കൂട്ടാക്കാത്തവരിൽ നിന്ന് നഷ്ടം ഈടാക്കണമെന്നും ഉദ്യോഗസ്ഥന്മാർക്ക് കൽപ്പന കൊടുത്തു. ഈ കഠിനാധ്വാനങ്ങൾ ഉദയം മുതൽ അസ്തമയം വരെ ഇസ്രായേലുകാർ ചെയ്യേണ്ടി വന്നിരുന്നു. ജോലി ചെയ്യുന്നതിൽ വല്ലവരും അലസത കാണിച്ചാൽ അവരെ വിലങ്ങ് വെച്ച് തടവിൽ പാർപ്പിക്കാനും പതിവ് ആയിരുന്നു അത്രേ. ബനു ഇസ്രായേൽക്കാരിൽ നിന്നുള്ള സ്ത്രീകളും പലവിധ ജോലികൾ ചെയ്യേണ്ടി വന്നിരുന്നു അത്രേ. നൂൽ നൂൽക്കുക, കിബിത്തികളുടെ വീടുകളിൽ വീട്ടുവേല ചെയ്തു കൊടുക്കുക മുതലായ ചില ചുമതലകൾ ഇസ്രായേൽ സ്ത്രീകളെയും ഫിറോൻ ഏൽപ്പിച്ചിരുന്നു. ഔദ്ധ്യത്വത്തിലും സ്വേച്ഛാധികാര പ്രമത്തതയിലും ഫിറോൻ അതിര് കവിഞ്ഞപ്പോഴാണ് മൂസാ നബിയെ അയാളുടെ നേരെ അള്ളാഹു നിയോഗിക്കുന്നത്. ബാക്കി അടുത്ത വീഡിയോയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അള്ളാഹു സത്യത്തെ സത്യമായി മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. വ ആഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.